എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി അച്ചാറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആദ്യം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ തൊലിയൊക്കെ കളഞ്ഞ്, സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കരുത്. മുഴുവനോടെ തന്നെ അച്ചാറിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം, തൊലി കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 വലിയ ഉണ്ട വെളുത്തുള്ളിയാണ്. നാടൻ വെളുത്തുള്ളിയാണ് കേട്ടോ. ചൈനീസ് വെളുത്തുള്ളി വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അച്ചാറിന് എപ്പോഴും നല്ലത് നമ്മുടെ നാടൻ വെളുത്തുള്ളി തന്നെയാണ്. ഇതുപോലെ കട്ടാവാത്ത രീതിയിൽ ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ മുഴുവൻ വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് ഒരു ഉണങ്ങിയ കിച്ചൺ ടവൽ വെച്ച് തുടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് അച്ചാർ തയ്യാറാക്കുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാർ തയ്യാറാക്കാൻ എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. നല്ലെണ്ണ തയ്യാറാക്കുന്നതിനാണ് കൂടുതലും ടേസ്റ്റ്. അതുപോലെ അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കാനും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നല്ലെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 1 തണ്ട് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് കാണാതിരുന്നത്, സോറി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത വറ്റൽമുളകും കറിവേപ്പിലയും നല്ലപോലെ മൂത്ത് വരുമ്പം ഒരു പച്ചമുളക് കനം കുറച്ചരിഞ്ഞതും ഒരു 6-7 കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൊരിഞ്ഞ് പോകുകയൊന്നും ചെയ്യരുത്. കളറൊന്നും നഷ്ടപ്പെടാതെ നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ ചട്ടിയുടെ ചൂടുകൊണ്ട് നന്നായിട്ട് തന്നെ പച്ചച്ചൊവയൊക്കെ മാറി കിട്ടിക്കോളും. മൺചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ചൂട് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയുടെ പൊടിയാണ്, അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. വിനീഗർ സാധാരണ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്ന അത്രയ്ക്ക് തന്നെ ചേർക്കണ്ട, ചെറിയൊരു പുളിരസം മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും അച്ചാറിലേക്ക് എടുക്കരുത്. നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഉപ്പ്, പുളി, അതുപോലെ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പുളിപ്പും മധുരവും എരിവും ഒക്കെ കലർന്നൊരു ടേസ്റ്റാണ്. നല്ല അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ. ഇപ്പോൾ കിടിലൻ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അച്ചാർ നമുക്ക് ചൂടായ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് തയ്യാറാക്കുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചെനച്ച മാങ്ങയാണ്. ഈ അച്ചാർ തയ്യാറാക്കാൻ ഇതുപോലെ നല്ല ചെനച്ച മാങ്ങയാണ് നല്ലത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതും ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത മാങ്ങ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ അച്ചാറിൽ നമ്മൾ എരിവുള്ള മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ്, വറ്റൽമുളക് മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ്. അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊടികളൊന്നും മിക്സ് ചെയ്യരുത്, ഇതിങ്ങനെ തന്നെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചു. ഇത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തു. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് വേണം ഉലുവ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഉലുവ എണ്ണ കുടിച്ചിട്ട് പൊട്ടാണ്ട് കിടക്കും. കടുകും ഉലുവയും നല്ലപോലെ പൊട്ടിയിട്ട് ഒരു 2 വറ്റൽമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മസാലയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ എണ്ണയുടെ ചൂട് കൊണ്ട് മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. വേറൊന്നുമല്ല, 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. മസ്റ്റായിട്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങാച്ചാറും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കിടിലൻ രുചിയിലുള്ള അച്ചാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചോറ് കഴിക്കാനാണെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. ഈ അച്ചാർ ഒരല്പം തൈരും കൂടെ മതി. നല്ല ഉഷാറായിട്ട് നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ്. ഇത് തണുത്തപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാറും നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി ഉണക്കിയ ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. ഒരാഴ്ച കൂടുതലൊന്നും എന്തായാലും അച്ചാർ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലിരിക്കാറില്ല. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തീരും അച്ചാറൊക്കെ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.